ഡോക്ടർ കെ.വി. അജിത് കുമാർ. അജിത് കുമാറിനെ പറ്റി രണ്ട് വാക്ക്. തൊടുപുഴ മുട്ടം കാടമറുക് മന നീലകണ്ഠൻ നമ്പൂതിരിയുടെയും വിജയൻ എന്ന് വിളിക്കും. ഷൊർണൂർ വാടാനംകുറിശി ചൊവ്വല്ലൂർ മന ആര്യദേവി അന്തർജനത്തിന്റെയും മകനായി തിരുവനന്തപുരത്ത് ജനിച്ചു. സ്കൂൾ വിദ്യാഭ്യാസം ചിന്മയ വിദ്യാലയത്തിലും ശ്രീ വിദ്യാധിരാജ വിദ്യാമന്ദിർ സ്കൂളിലുമായിരുന്നു. പ്രീ ഡിഗ്രി ഗവൺമെന്റ് ആർട്സ് കോളേജിലും BAMS തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലുമായിരുന്നു. MD രോഗനിദാനം കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജിൽ 27 വർഷത്തെ സേവനം. 3 ഗവൺമെന്റ് ആയുർവേദ കോളേജുകളിലായി, അതായത് തിരുവനന്തപുരം, തൃപ്പൂണിത്തുറ, കണ്ണൂർ പ്രവൃത്തി പരിചയമുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് താമസിച്ച് തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിൽ രോഗനിദാന വിഭാഗത്തിൽ പ്രൊഫസർ ആൻഡ് ഹെഡായി പ്രവർത്തിക്കുന്നു. സ്നേഹത്തോടെ ഡോക്ടർ അജിത് കുമാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്ന് ഇങ്ങനെ ഒരു വെബിനാർ സംഘടിപ്പിച്ച അന്തർജന സഭാ അംഗങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വെബിനാറിൽ പങ്കെടുക്കുന്നത് തന്നെ. ഇന്നത്തെ വിഷയം സസ്യാഹാരമാണ്. സസ്യാഹാരം എന്താണ്, എങ്ങനെയൊക്കെയാണ് എന്നുള്ള എല്ലാവരും പറയുകയുണ്ടായി. നമ്മുടെ ഓരക്കാട് കൃഷ്ണനമ്പൂരി സാറ് എനിക്ക് നല്ല പരിചയമുണ്ട്, എങ്കിലും അദ്ദേഹത്തിന് എന്നെ അറിയാൻ വയ്യ. ഞാൻ പ്രദീപേട്ടൻ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. പ്രദീപേട്ടന് എന്നെ മനസ്സിലായോ എന്നറിയില്ല. മനസ്സിലായി. ഓക്കെ. അപ്പോൾ സസ്യാഹാരം എല്ലാവരും പറഞ്ഞു. ഞാനും ഒരു ഗവൺമെന്റ് കോളേജിൽ പഠിച്ചു, ഗവൺമെന്റ് ആയുർവേദ കോളേജിലും പഠിച്ചു. ആ സമയത്തൊക്കെ എന്നെയും പലരും കളിയാക്കിയിട്ടുണ്ട്, കഞ്ഞി പയർ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ പോലും എനിക്കതൊരു വിഷമമായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ ഇന്നത്തെ ഈ വിഷയം, ഇതിപ്പോൾ ഇത്രയും ഡോക്ടേഴ്സ് ഉണ്ട്, എല്ലാവർക്കും നിങ്ങൾക്ക് എന്തൊക്കെ സംശയം ചോദിക്കാമോ ആ രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ആശയവിനിമയം എന്നുള്ള നിലയ്ക്ക് എല്ലാവരും നല്ല ഊർജ്ജസ്വലമായിട്ട് പങ്കെടുക്കണം, സംശയങ്ങൾ ചോദിക്കണം. നമുക്ക് കഴിയുന്ന രീതിയിലുള്ള എന്ത് സഹായം, മീൻസ് ഈ സസ്യാഹാരത്തെക്കുറിച്ചുള്ള എന്ത് കാര്യവും നമുക്ക് ചർച്ച ചെയ്യാം. ഈ സസ്യാഹാരം എന്ന് പറയുന്നത് നമ്മുടെ ജീവിത രീതിയിലുള്ള സാധനം തന്നെയാണ്. അതിനകത്ത് പഞ്ചഗവ്യം ഇല്ലാത്ത ഒരു സസ്യാഹാരം ഇല്ല. നമ്മളെല്ലാവരും ലാക്ടോ വെജിറ്റേറിയൻസ് ആണ്. ഇപ്പോൾ നേരത്തെ ഒരു ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ലാക്ടോ വെജിറ്റേറിയൻസ് ആണ് ഏറ്റവും കൂടുതലും ഈ രാജ്യത്ത്, അല്ലെങ്കിൽ ഈ വേൾഡിൽ മുഴുവൻ ലാക്ടോ വെജിറ്റേറിയൻസ് ആണ്. അതിനകത്ത് നമ്പർ 1 എന്ന് പറയുന്നത് ഇന്ത്യ തന്നെയാണ്. ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ 100% വെജിറ്റേറിയൻസ് ഉള്ളത്. പിന്നെ ശരിക്കും വെഗാൻസ് എന്ന് പറയുന്ന സസ്യാഹാരം മാത്രം ശീലിക്കുന്ന ആൾക്കാരുണ്ട്. അവര് ശരിക്കും ജൈനന്മാരാണ്. പിന്നെ ഒരു ഭാഗം ബുദ്ധന്മാര്, ബുദ്ധ സന്യാസിമാര്, അവരാണ് ഏറ്റവും വെഗാൻസ് എന്ന് പറയുന്നത്. അത് ഭയങ്കര പ്രയാസമുള്ളൊരു കാര്യമാണ്. കാരണം നേരത്തെ ഒരു ഡോക്ടർ പറഞ്ഞ പോലെ ഇപ്പോൾ പലതിനകത്തും വിറ്റാമിൻസ് ഒന്നും നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ അതെല്ലാം കിട്ടണമെങ്കിൽ ഇതേപോലെ പഞ്ചഗവ്യങ്ങൾ ശീലിച്ചേ പറ്റുള്ളൂ. പിന്നെ ഓവോ വെജിറ്റേറിയൻസ് ഉണ്ട്. പക്ഷെ ഓവോ വെജിറ്റേറിയൻസ് എന്ന് പറയുന്നത് മുട്ട ശീലിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ മുട്ടയാണെങ്കിൽ പോലും അത് ആനിമൽ പ്രോട്ടീനാണ്. ആനിമൽ പ്രോട്ടീൻ അതും ശരിക്ക് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്, മീൻസ് നമ്മുടെ ഇപ്പോൾ ഈ അന്തർജന സഭയിൽ എല്ലാവരും ബ്രാഹ്മിൻസ് ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ബ്രാഹ്മിൻസിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ഘടന അത് ജനറ്റിക്കലി ഈ ഇങ്ങനെയുള്ള ആനിമൽ പ്രോട്ടീൻസിനെ എതിർക്കുന്ന ശരീരമാണ്.
എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും, ഇപ്പൊ ആയുർവേദത്തിൽ പറയുന്ന പോലെ ആർക്ക് വേണമെങ്കിലും എന്തും കഴിക്കാം. പക്ഷെ കഴിക്കുന്നതിനകത്ത് അനിമൽ പ്രോട്ടീൻ ആണ് ചെല്ലുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മത്സ്യമായാലും മാംസമായാലും അതേപോലെ മുട്ടയായാലും എന്താണെങ്കിലും നമ്മുടെ അനിമൽ പ്രോട്ടീനാണ് നമ്മുടെ ഉള്ളിൽ ചെല്ലുന്നതെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരം അതിനെ പുറത്തേക്ക് തള്ളാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ പുറത്തേക്ക് തള്ളുന്നത് ചിലപ്പം നമ്മുടെ സ്കിന്നിൽ കൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അവയവങ്ങളിൽ കൂടെ ആയിരിക്കാം പുറത്തേക്ക് കളയുന്നത്. അപ്പോൾ ആ തരത്തിൽ എപ്പോഴും നമുക്ക് എന്തെങ്കിലും അലർജികൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ബ്രാഹ്മിൻസിനകത്ത് ഏറ്റവും കൂടുതൽ ആനിമൽ പ്രോട്ടീൻസ് ചെന്നു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും പ്രശ്നം തന്നെയാണ്. പിന്നെ ഉള്ള കാര്യം, ഈ പ്ലാൻ പ്രോട്ടീൻസ് അല്ലെങ്കിൽ പ്ലാൻ കാർബോഹൈഡ്രേറ്റ്സോ അല്ലെങ്കിൽ മിനറൽസോ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മുടെ ആമാശയത്തിന് ഏറ്റവും ദഹിപ്പിക്കാൻ പറ്റുന്ന ഒരു വസ്തുവാണ്. അതുകൊണ്ടാണ് എല്ലാവരും ഈ വെജിറ്റേറിയനിന്റെ ഇതിലേക്ക് പിടിച്ചു വരുന്നത്. പിന്നെ ആയുർവേദത്തിൽ തന്നെ പല തരത്തിൽ പറയുന്നുണ്ട്. ഇപ്പോ അഷ്ടാംഗഹൃദയം വാഗ്ഭടാചാര്യൻ പറഞ്ഞ പോലെ 4 ചാപ്റ്ററിലാണ് ഈ ആഹാരത്തെ പറ്റി വാഗ്ഭടൻ വിശദീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് പറയുന്നതിനകത്ത് ഇപ്പൊ ദ്രവദ്രവ്യ വിജ്ഞാനീയം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ, അതിനകത്ത് ദ്രവങ്ങളെ പറ്റിയിട്ടാണ്. മീൻസ് നമുക്ക് വേണ്ട മറ്റേ ജലവർഗം എന്ന് പറയുന്നതിനകത്ത് ജലത്തെ പറ്റിയിട്ടാണ്. ഏത് തരത്തിലുള്ള ജലം ആണ് ഉപയോഗിക്കേണ്ടത്, ഏത് തരത്തിലുള്ള ചൂടുവെള്ളം വേണോ, പച്ചവെള്ളം വേണോ, അതോ അതല്ലാത്ത നാളികേര ഉദകം മീൻസ് കരിക്കിൻ വെള്ളം അങ്ങനത്തെ ഒക്കെ വേണോ. പോരാത്തതിന് ക്ഷീരവർഗം, ഇക്ഷുവർഗം, അതേപോലെ തൈലവർഗം, മദ്യവർഗം, മൂത്രവർഗം, അങ്ങനെ കുറെ എണ്ണം ദ്രവദ്രവ്യ വിജ്ഞാനീയം എന്ന ചാപ്റ്ററിൽ പറയുന്നു. പിന്നെ അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് അന്നസ്വരൂപ വിജ്ഞാനീയം എന്നുള്ള ചാപ്റ്റർ. അതിനകത്ത് നെല്ല്, അരിയെ പറ്റിയിട്ടുള്ള കുറെ പരാമർശങ്ങളുണ്ട്. അതേപോലെ ധാന്യങ്ങൾ, മുദ്ഗാദി ധാന്യങ്ങൾ മീൻസ് ചെറുപയർ മുതലായ പരിപ്പ്, കടല അങ്ങനെയുള്ള അതിനെക്കുറിച്ചിട്ടും. പിന്നെ യൂഷങ്ങൾ, ചെറുപയർ കൊണ്ടും ഉഴുന്നുകൊണ്ടും ഒക്കെ ഉണ്ടാക്കുന്ന യൂഷങ്ങൾ. യൂഷം എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്താണ്, പാനീയങ്ങൾ, അതാണ് യൂഷങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് മാംസവർഗം, മത്സ്യവർഗം, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനകത്ത് മൃഗങ്ങളും പക്ഷികളും മത്സ്യങ്ങളും അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. പിന്നെ വരുന്നതാണ് ശാഖവർഗം. ശാഖവർഗം എന്ന് പറഞ്ഞാൽ പച്ചക്കറികളും അതേപോലെ ഫലവർഗം എന്ന് പറഞ്ഞാൽ ബെറീസും ഫ്രൂട്ട്സും അങ്ങനെയുള്ള ഇത്. പിന്നെ ലവണവർഗം, ഉപ്പ്. 5 തരത്തിലുള്ള ഉപ്പാണ് നമ്മുടെ ഇന്ത്യയിൽ കിട്ടുക. ഇന്ത്യയിലല്ല, വേൾഡ് മൊത്തം 5 തരത്തിലുള്ള ഉപ്പ്. അപ്പൊ അങ്ങനെയുള്ള ഇതാണ്. അടുത്ത അന്ന സംരക്ഷണീയം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ. അന്ന സംരക്ഷണീയം എന്ന് പറഞ്ഞാൽ ആഹാരത്തെ എങ്ങനെ കേടുകൂടാതെ ശീലിക്കാം അല്ലെങ്കിൽ കേടുകൂടാതെ ഉപയോഗിക്കാം. പിന്നെ വിഷമായാൽ എന്ത് ചെയ്യാം, അതിൻ്റെ ഉള്ള പ്രതിവിധികൾ. അതേപോലെ വിരുദ്ധാഹാരം, പിന്നെ നിദ്ര വർണ്ണനം, മൈഥുന വർണ്ണനം, അതൊക്കെ അതിൻ്റെ കൂടെയുള്ള ചാപ്റ്റേഴ്സിന്റെ കൂടെയുള്ള ഭാഗങ്ങളാണ്. പിന്നെ വരുന്നതാണ് മാത്രാശീതിയം എന്ന ചാപ്റ്റർ. മാത്രാശീതിയം ചാപ്റ്ററിനകത്ത് പറയുന്നത് ഗുരു ലഘു ആയിട്ടുള്ള ആഹാരങ്ങൾ. ഗുരുവായിട്ടുള്ളത് നമുക്ക് ആഹാരം എത്ര കഴിക്കാം. മാത്ര എന്ന് പറഞ്ഞാൽ അളവ് എന്നാണ് അർത്ഥം. അപ്പം ആ മാത്ര അനുസരിച്ചിട്ട് ഗുരുവായിട്ടുള്ളത് എത്ര കഴിക്കാം, ലഘുവായിട്ടുള്ളത് എത്ര കഴിക്കാം, എന്താണ് അതിൻ്റെ ഗുരു ലഘു രീതി. പിന്നെ അത് ആ
ഗുരു ലഘു രീതി ചെയ്യാതിരുന്നാൽ എന്തൊക്കെ അസുഖങ്ങൾ വരാം. പോരാത്തതിന് അശനങ്ങൾ എന്ന് പറയാം. അശനം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന രീതിയാണ് അശനം. 3 തരത്തിലുള്ള അശനം പറയുന്നുണ്ട്. അതിനകത്ത് സമശനമാണ് നമ്മൾ എപ്പോഴും ശീലിക്കുന്നത്. സമശനം എന്ന് പറഞ്ഞാൽ മിശ്രം പഥ്യം അപഥ്യം ച വിദ്യ സമശനം മുതൽ. മിശ്രം പഥ്യം അപഥ്യം, അപഥ്യവും പഥ്യവും മിശ്രമായിട്ട് കഴിക്കുന്നതാണ് സമശനം. അതാണ് എല്ലാ ആൾക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനം. പിന്നെ പറയുന്ന ആഹാര രീതികൾ. ആഹാര രീതികൾ എന്ന് പറഞ്ഞാൽ ഇപ്പോ ആഹാരം എങ്ങനെ കഴിക്കണം, ഏത് രീതിയിൽ കഴിക്കണം, എപ്പോൾ കഴിക്കണം, എന്താ കഴിക്കേണ്ടത്, എങ്ങനെ കഴിക്കണം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അത് ചരക സംഹിതയിലാണ് പറയുന്നത്. ചരക സംഹിതയിൽ ആഹാരവിധി എന്ന് പറയുന്ന ഒരു 12 കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഉഷ്ണമശ്നീയാത് എന്ന് പറഞ്ഞാൽ ചൂടോടുകൂടി കഴിക്കുക. സ്നിഗ്ധം അശ്നീയാത് എന്ന് പറഞ്ഞാൽ സ്നിഗ്ധമായിട്ടുള്ള നെയ്യ് ചേർത്ത അല്ലെങ്കിൽ എണ്ണ ചേർത്ത ആഹാരങ്ങൾ കഴിക്കുക. അതേപോലെ മാത്രാവത് അശ്നീയാത്, മാത്ര അനുസരിച്ച്, ലഘുവാണോ ഗുരുവാണോ എന്നുള്ള മാത്ര അനുസരിച്ച് കഴിക്കുക. ജീർണം അശ്നീയാത്, ആഹാരം കഴിച്ച് അത് ദഹിച്ച ശേഷം ഭക്ഷണം കഴിക്കുക. അങ്ങനെ കുറെ കാര്യങ്ങൾ ചരകൻ പറഞ്ഞിട്ടുണ്ട്, ചരക സംഹിതയിൽ പറഞ്ഞിട്ടുണ്ട്. അതും ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അതേപോലെ അനുപാനം. അനുപാനം എന്ന് പറഞ്ഞാൽ ഇപ്പോ നമുക്ക് ചൂടുവെള്ളം, പച്ചവെള്ളം. ചൂടുവെള്ളം എപ്പോൾ കഴിക്കണം? ഗോതമ്പ് മുതലായ പലഹാരങ്ങൾ കഴിക്കുമ്പോഴാണ് നമ്മൾ പച്ചവെള്ളം കഴിക്കേണ്ടത്. ചൂടുവെള്ളം കഴിക്കേണ്ടത് അരി മാവ് അല്ലെങ്കിൽ അരി ചോറ് അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴാണ് ചൂടുവെള്ളം കഴിക്കേണ്ടത്. അപ്പൊ അങ്ങനെ ഒരു അനുപാനത്തിന്റെ കാര്യങ്ങളും പറയുന്നുണ്ട്. പിന്നെ ആഹാരകാലം പറയുന്നുണ്ട്. ആഹാരകാലം അതേപോലെ നിത്യം കഴിക്കേണ്ട ആഹാരങ്ങൾ, അല്ലാതെ കഴിക്കേണ്ട ആഹാരങ്ങൾ, അങ്ങനെ ഒരു വേർതിരിവ് അതിനകത്ത് പറയുന്നുണ്ട്. നിത്യം കഴിക്കേണ്ട ആഹാരങ്ങളിൽ നമുക്ക് പലർക്കും അറിയാം. ഇപ്പോൾ ക്ഷീരം, ഘൃതം, അതേപോലെ മുദ്ഗം മീൻസ് ചെറുപയർ, പടോലം, പിന്നെ ക്ഷൗദ്രം, സൈന്ധവം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. സൈന്ധവം എന്ന് പറഞ്ഞാൽ ഇന്ദുപ്പ് എന്നാണ് അർത്ഥം. അപ്പൊ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ നിത്യം ശീലിക്കണം എന്ന് പറയുന്നുണ്ട്. അത് കുറെ എണ്ണം അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ആഹാരകാലങ്ങൾ. ആഹാരകാലങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും ആചാര്യം പറഞ്ഞിരിക്കുന്നത്, ഒന്ന് ആഫ്റ്റർ എലിമിനേഷൻ ഓഫ് സ്റ്റൂൾ ആൻഡ് യൂറിൻ. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് തന്നെ കക്കൂസിൽ പോവുകയോ അല്ലെങ്കിൽ മൂത്രമൊഴിക്കുകയോ ഒക്കെ ചെയ്ത ശേഷം വേണം ആഹാരം കഴിക്കാൻ എന്ന് പറയുന്നുണ്ട്. അതേപോലെ വെൻ മൈൻഡ് ഈസ് കാം ആൻഡ് ക്ലീൻ, നമ്മുടെ മനസ്സ് എപ്പോഴും ശുദ്ധമായിരിക്കണം. അതേപോലെ വെൻ ബെൽച്ചിങ് ഈസ് പ്യുവർ, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഏമ്പക്കം വരുന്നത് അത് ശുദ്ധമായിരിക്കണം എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ തലേ ദിവസം കഴിച്ച ഭക്ഷണത്തിന്റെ അംശങ്ങളൊന്നും അതിൽ അല്ലെങ്കിൽ അതിൻ്റെ ഗ്യാസൊന്നും അതിലുണ്ടാവാൻ പാടില്ല ആ ഏമ്പക്കം വരുന്നതിനകത്ത്. അതേപോലെ നല്ല വിശപ്പുണ്ടായിരിക്കണം. അതേപോലെ അധോവായു പോയിരിക്കണം. പിന്നെ സെൻസ് ഓർഗൻസ് ഒക്കെ നല്ല ക്ലീൻ ആയിരിക്കണം. പോരാത്തതിന് ബോഡി വളരെ ലൈറ്റായിട്ട് തോന്നും.
മീൻസ് ലഘുവായിട്ട് തോന്നും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പോഴത്തെ ഇതനുസരിച്ച് നമ്മൾ കഴിക്കുന്നത് എന്താണോ അതാണല്ലോ നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് കാര്യത്തിനാണെങ്കിലും നമ്മുടെ ആചാര്യൻ പറഞ്ഞിരിക്കുന്നത് സർവധർമ്മേഷു മധ്യമം എന്ന്. ഏത് കാര്യമാണെങ്കിലും, ഇപ്പം മാംസാഹാരമാണെങ്കിലോ മത്സ്യമാണെങ്കിലോ അതല്ല മുട്ടയാണെങ്കിലോ അതല്ല വെജിറ്റേറിയൻ ഫുഡാണെങ്കിലോ ലഘുവാണെങ്കിലോ ഗുരുവാണെങ്കിലോ ഏതാണെങ്കിലും എന്തിനും ഒരു മധ്യമ വൃത്തി ആയിരിക്കുക എന്നുള്ളതാണ് ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അവസാനം ഒരു ശ്ലോകം പറയുന്നുണ്ട്, നിത്യം ഹിതാഹാര വിഹാര സേവി സമീക്ഷകാരി വിഷയേഷു അസക്ത ദാതാ സമ സത്യപരക്ഷമാവാൻ ആപ്തോപസേവീച്ച ഭവത്യരോഗ. രോഗമില്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ വേണം എന്നുള്ളതാണ്. നിത്യം ഹിതാഹാര വിഹാര സേവി. ആഹാരവിഹാരങ്ങളാണ് എപ്പോഴും രോഗത്തെ ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ ആഹാരവിഹാരങ്ങൾ തന്നെയാണ് രോഗത്തെ ഇല്ലായ്മ ചെയ്യുന്നത്. നേരത്തെ നമ്മുടെ പ്രതിവേട്ടം പറഞ്ഞ പോലെ ആഹാരം തന്നെയാണ് രോഗത്തെ ഉണ്ടാക്കുന്നതും രോഗത്തെ പ്രിവെന്റ് ചെയ്യുന്നതും രോഗത്തെ ഇല്ലാതാക്കുന്നതും. അതേപോലെ നിത്യം ഹിതാഹാര വിഹാര സേവി സമീക്ഷകാരി വിഷയേഷു അസക്ത. സമീക്ഷകാരി, എപ്പോഴും സമീക്ഷ ഉണ്ടാവണം, ക്ഷമ ഉണ്ടാവണം. അതേപോലെ വിഷയേഷു അസക്ത, വിഷയങ്ങളിൽ ആസക്തൻ ആവാതിരിക്കണം. ദാതാ സമ. ദാത എന്ന് പറഞ്ഞാൽ എപ്പോഴും ദാനശീലം ഉള്ള ഒരാളായിരിക്കണം. സമ, ഇക്വിലിബ്രിയം കീപ്പ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സും ശരീരവും ഈക്വലായിട്ട് കൊണ്ടുപോകണം. സത്യവാൻ അല്ല, ദാതാ സമ സത്യപര, സത്യവാനായിരിക്കണം എപ്പോഴും. ക്ഷമാവാൻ, ക്ഷമ ഉണ്ടായിരിക്കണം. ആപ്തോപസേവി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ രീതി അനുസരിച്ച് നമ്മുടെ എൽഡേഴ്സ്, മുതിർന്ന ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക എന്നുള്ള ഒരു അവസ്ഥ, അതാണ് ആപ്തോപസേവി. ആപ്തന്മാർ പറയുന്ന കാര്യങ്ങൾ ശ്രവിക്കുക എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ഗുരുക്കളാവാം, മാതാപിതാക്കളാവാം, എല്ലാവരും നമ്മുടെ മുൻപേ പോയ ആൾക്കാർ. അവർ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും രോഗമില്ലാത്ത ആൾക്കാരായി. അതാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഇനി ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി പറയാം. നമ്മളിപ്പോൾ പഞ്ചഗവ്യത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ നെയ്യ് തന്നെയാണ്. നെയ്യ് നമ്മൾ പൂജയ്ക്കും ഉപയോഗിക്കാറുണ്ട്, നമ്മൾ ആഹാരത്തിനും ഉപയോഗിക്കാറുണ്ട്, അല്ലെ? പല കാര്യങ്ങൾക്കും നെയ്യ് ഉപയോഗിക്കാറുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് ഈ നെയ്യ് ഇത്ര പ്രാധാന്യം ഉണ്ടായത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ ശരീരത്തിലെ മോളിക്യൂൾസ് പോലെ തന്നെ അതേ സിമിലർ മോളിക്യൂൾസ് ആണ്, ആ ലിപ്പിഡ് മോളിക്യൂൾസ് ആണ് ഈ നെയ്യിലും അടങ്ങിയിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് ഏറ്റവും മേന്മയുള്ള നെയ്യ് എന്ന് പറയുന്നത് ആടിൻ്റെ നെയ്യാണ്. ആടിൻ്റെ നെയ്യ് കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. കാരണം ആട്ടിൻപാല് തന്നെ വളരെ കുറച്ചേ കിട്ടുള്ളൂ. ആട്ടിൻപാല് കുറുക്കിയെടുത്താൽ പോലും അത് അത്രയ്ക്കും അത് വളരെ പ്രഷ്യസ് ആണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് കിട്ടുന്നതെല്ലാം കൗസ് മിൽക്കാണ്. കൗസ് മിൽക്ക് കൊണ്ടുള്ള ഘീയാണ് നമുക്ക് എല്ലാവർക്കും കിട്ടുന്നത്, നെയ്യ്. അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് നമ്മുടെ മെമ്മറിയും ഇന്റലക്റ്റും അത് വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അതേപോലെ നമ്മൾ നിത്യം ക്ഷീരം കഴിക്കുകയാണെങ്കിൽ തന്നെ ഒരു പവർഫുൾ ആന്റി ഓക്സിഡന്റ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. ഒരു ഗ്ലൂട്ടാത്തിയോൺ എന്ന് പറയുന്ന ഒരു ആന്റി ഓക്സിഡന്റ്. അത് ഏജിങ്ങിനെ സഹായിക്കുന്നു. മീൻസ് ഏജിങ് വരാതെ സൂക്ഷിക്കും എന്നാണ് പഠനം തെളിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ വെജിറ്റേറിയൻസ് ഞാൻ പറഞ്ഞു, ഇന്ത്യയിലാണ് 100% വെജിറ്റേറിയൻസ് ഉള്ളത്. പിന്നെ ഉള്ളത് മെക്സിക്കോ,
അത് കഴിഞ്ഞിട്ട് ബ്രസീലും തായ്വാനുമാണ്. അതാണ് വേൾഡ് വൈഡ് ആയിട്ടുള്ള വെജിറ്റേറിയൻസിന്റെ കാര്യം. അപ്പം എപ്പോഴും നമ്മൾ സസ്യാഹാരം ശീലിക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അതും നമ്മൾ നേരത്തെ പറഞ്ഞാൽ അനുയായ പ്രതിപദം സർവധർമ്മേഷു മധ്യമം, എപ്പോഴും എല്ലാത്തിൻ്റെയും മധ്യമ പാതയിൽ കൂടി സഞ്ചരിക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും രോഗമില്ലാതെ ജീവിക്കാം. നമസ്കാരം.